ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം അല്ലെങ്കിൽ വിചാരിക്കുന്നതിലും കൂടുതൽ തവണ അസുഖങ്ങളൊക്കെ വരുന്നത് എന്ന്? കാരണം അതിന്റെ ഒരു യഥാർത്ഥ ഉത്തരം അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരിടത്താണ് ഒളിഞ്ഞിരിക്കുന്നത്. അതെ, ഈ സ്ലൈഡിൽ കാണുന്ന പോലെ എപ്പോഴും ഒരു ക്ഷീണം, വരുന്ന ജലദോഷമൊക്കെ പെട്ടെന്ന് പിടിക്കും അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ അയ്യോ ഇത് ഞാനാണല്ലോ എന്ന് തോന്നുന്നുണ്ടോ? നമ്മളിൽ പലരും ഇത് അതൊക്കെ സാധാരണയല്ലേ എന്ന് പറഞ്ഞങ്ങ് വിട്ടുകളയും അല്ലേ? പക്ഷേ സംഭവം അത്ര സിമ്പിളല്ല. ഇതിന്റെ യഥാർത്ഥ കാരണം ചിലപ്പോ നിങ്ങൾ കഴിക്കുന്ന വിറ്റാമിൻ കുറവോ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയോ അതൊന്നും ആയിരിക്കില്ല. അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നൊരു വലിയ രഹസ്യമുണ്ട്. അപ്പൊ ശരി, നമുക്ക് ആ യഥാർത്ഥ കാരണത്തിന്റെ ഉറവിടം തേടി ഒരു യാത്ര പോകാം. ഉത്തരം അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള യഥാർത്ഥ യുദ്ധം നടക്കുന്നത് എവിടെയാണ്? എവിടെയായിരിക്കും? നമ്മൾ സാധാരണ കരുതുന്ന പോലെ തൊണ്ടയിലോ മൂക്കിലോ ഒന്നുമല്ലാട്ടോ. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. ആ പോരാട്ടം നടക്കുന്നത് നമ്മുടെ കുടലിന്റെ ഉള്ളിലാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെയും ആ ഒരു കൺട്രോൾ റൂം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കുടലാണ്. ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മൊത്തത്തിലങ്ങ് മാറും. അപ്പോ എന്താണ് ഈ കുടലിനുള്ളിൽ ശരിക്കും നടക്കുന്നത്? ശരി, നമുക്ക് നമ്മുടെ ഉള്ളിലെ ആ ഒരു മൈക്രോസ്കോപ്പിക് ലോകത്തേക്കൊന്ന് പോയി നോക്കാം. അവിടെയുള്ള പ്രധാന കളിക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ ഗട്ട് മൈക്രോബയോം പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ ദഹനവ്യവസ്ഥയിൽ, അതായത് കുടലിലൊക്കെ താമസിക്കുന്ന കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളുണ്ടല്ലോ, ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെ പലതും. ഇവരുടെ എല്ലാം ഒരു വലിയ സമൂഹത്തെയാണ് നമ്മൾ ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. ഒരു വലിയ നഗരം പോലെ സങ്കൽപ്പിച്ചാൽ മതി. അവിടെ നല്ലവരും ചീത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു ഇക്കോസിസ്റ്റം ആണെന്ന് വിചാരിക്കുക. അവിടെ പ്രധാനമായിട്ടും രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്ന്, നമ്മുടെ മിത്രങ്ങൾ അഥവാ ഫ്രണ്ട്സ്. ഇവർ നല്ല ബാക്ടീരിയകളാണ്. ദഹനം ശരിയാക്കാനും നമ്മുടെ ശരീരത്തിന് വേണ്ട ചില നല്ല കാര്യങ്ങളുണ്ടാക്കാനുമൊക്കെ ഇവർ സഹായിക്കും. പിന്നെ മറുവശത്ത് ശത്രുക്കളുണ്ട്. പേരുപോലെ തന്നെ ഇവർ അത്ര നല്ലവരല്ല. ഇവരുടെ എണ്ണം ഒരു പരിധിയിൽ കൂടുതലായാൽ അപ്പ തുടങ്ങും പ്രശ്നങ്ങൾ. പലതരം അസുഖങ്ങളും ഇൻഫെക്ഷനുകളുമൊക്കെ വരാനുള്ള കാരണം ഇതാണ്. ഓക്കേ, അപ്പൊ നമുക്ക് ഈ മിത്രങ്ങളെയും ശത്രുക്കളെയും ഒക്കെ മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഇവർ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ, അതായത് രോഗപ്രതിരോധ ശേഷിയെ ട്രെയിൻ ചെയ്യിക്കുന്നത്? യഥാർത്ഥ കളി നടക്കുന്നത് ഇവിടെയാണ്. ഇതൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ മിത്രങ്ങളായ ബാക്ടീരിയകൾ നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകളെ കാര്യങ്ങൾ പഠിപ്പിക്കും, ഒരു ട്രെയിനിങ് പോലെ. രണ്ടാമതായി, ഈ ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ശത്രുവേതാ മിത്രമേതാന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. വെറുതെ എല്ലാരെയും പോയി ആക്രമിക്കില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ്, ആരോഗ്യമുള്ളൊരു മൈക്രോബയോം നമ്മുടെ കുടലിന്റെ ഭിത്തിയെ ഒരു കോട്ട പോലെ സംരക്ഷിക്കും. അപ്പോ അപകടകാരികളായ രോഗാണുക്കൾക്കൊന്നും രക്തത്തിലേക്ക് കടക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളിയല്ലേ? പക്ഷേ ഈ ഒരു ബാലൻസ് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കണമെന്നില്ല. ചില സമയങ്ങളിൽ ഈ ബാലൻസ് അങ്ങ് തെറ്റും. അതായത് നമ്മുടെ ശത്രുക്കളുടെ എണ്ണം മിത്രങ്ങളെക്കാൾ കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കൂ, ഇതാണ് ആരോഗ്യമുള്ള ഒരു കുടലിലെ അവസ്ഥ. ഏകദേശം 85% നല്ല ബാക്ടീരിയകൾ, അതായത് നമ്മുടെ മിത്രങ്ങൾ. വെറും 15% മാത്രമേ ശത്രുക്കളുള്ളൂ. ഈ ഒരു 85-15 റേഷ്യോ ഉണ്ടല്ലോ, ഇതാണ് ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ഒരു മാജിക് നമ്പർ. ഇതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ. ഇവിടെ കാര്യങ്ങൾ മൊത്തം തലകീഴായി മറിഞ്ഞു. മിത്രങ്ങൾ വെറും 40%, ശത്രുക്കളോ 60%. അവരെപ്പോ ഭൂരിപക്ഷമായി. ഈ ഒരവസ്ഥ, ഇതിനെയാണ് നമ്മൾ ഇംബാലൻസ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഇവിടെ നിന്നാണ്. അപ്പോ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ പ്രശ്നം ഓർമ്മയുണ്ടോ? എപ്പോഴും ക്ഷീണം, ഇടയ്ക്കിടെ വരുന്ന അസുഖങ്ങൾ. അതിന്റെയൊക്കെ യഥാർത്ഥ കാരണം ഇതാണ്: കുടലിലെ ഈ ഒരു ഇംബാലൻസ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ശരിയായി ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ യഥാർത്ഥ ഫൗണ്ടേഷൻ എവിടെയാണ്? നമുക്കതൊന്നുകൂടി ഉറപ്പിക്കാം. ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെച്ചോളൂ. നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യം അത് തന്നെയാണ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെയും ആരോഗ്യം. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കുടലിലെ ഈ നല്ലതും ചീത്തയുമായ ബാക്ടീരിയകളുടെ ബാലൻസാണ്.
അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങളുടെ കുടലാണെങ്കിൽ ആ അടിത്തറയെ സംരക്ഷിക്കാനും സ്ട്രോങ് ആക്കാനും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ.